അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശബ്ദം കുറവായിരിക്കും. ഇതിനു മുമ്പൊരു വീഡിയോയിൽ വിശ്വാസം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിശ്വാസ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, ഞാനിങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുക എന്ന് ആർക്കും തോന്നേണ്ടതില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ, മനസ്സിലുള്ള കാര്യങ്ങൾ പൊടി തട്ടിയെടുക്കുകയും പുതുക്കുകയും ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്കും ആ ഒരു രൂപത്തിൽ മനസ്സിലാക്കാനും ഇതൊന്ന് പൊടി തട്ടിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് ഹിറാ ഗുഹയിൽ നിന്ന് ഭയന്ന് വിറച്ച് പനി പിടിച്ച് എന്നൊക്കെയാണ് അറിവ്. എന്നെ പുതപ്പിട്ട് മൂട് ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ദഅവത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് സഫാ കുന്നിൽ കയറി നിന്നുകൊണ്ട് മക്ക നിവാസികളെ എന്ന് പറഞ്ഞുകൊണ്ട്, മക്ക മുശ്രിക്കുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ, അവർ ശിർക്ക് ചെയ്തിരുന്നവരായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു റസൂല് അവിടെ വരുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, തീർച്ചയായും മുഹമ്മദ് നീ അൽ അമീനാണ്, ഞങ്ങൾ വിശ്വസിക്കും എന്നാണ് അവിടെ മക്കയിൽ അന്ന് ആ തടിച്ചു കൂടിയ ജനാരവം അല്ലെങ്കിൽ ആൾക്കൂട്ടം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ഒരു മല ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവിടെ മക്കയിൽ പോയവർക്കൊക്കെ അറിയാം, എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത് നിൽക്കുന്ന മലകളുണ്ട്. ആ മലക്ക് പിന്നിൽ നിന്നും ഒരു പറ്റം സൈന്യം, അക്രമികൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും അവർ സംശയമില്ല, നീ അൽ അമീനാണ്, ഞങ്ങൾ വിശ്വസിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളൊക്കെ എത്ര തവണ പറയണതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച മനുഷ്യൻ്റെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടും ഖബർക്ക് ഇർസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ദിക്ർ ചെല്ലാറുണ്ട്. അവിടെ ഉസ്താദ് പറയും നമ്മളിങ്ങനെ മരിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെല്ലുന്നത്, അപ്പോൾ അത് എല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് തുടക്കമിടുന്ന വാക്കെന്താ അറിയോ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അല്ലേ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിഞ്ഞ് ചെല്ലുക, നീ മനസ്സിലാക്കിയിട്ട് ചെല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ട് ചെല്ലുക എന്നുള്ളതിൻ്റെത് ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹയാത്ത് കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ 1000 തവണയോ 1,00,000 തവണയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് ഒരേ ഒരു തവണയെങ്കിലും അറിഞ്ഞു ചെല്ലുക എന്നുള്ളതാണ് എന്നാണ്. ഇപ്പോൾ 70,000 തേക്കാൻ വേണ്ടിയിട്ട് 1000 ആളുടെ വെച്ചെങ്കിൽ 70 പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് പിരിയാണ് ചെയ്യുക അല്ലേ? എന്നിട്ട് ഇത് അയച്ചിട്ട് അവിടേക്ക് എത്തൂലേ അല്ലാഹു ആലം, അവിടേക്കൊന്നും നാം ഇവിടെ പോകുന്നില്ല. എന്തായാലും നമ്മുടെ വിഷയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാൽ മക്ക നിവാസികളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ആദ്യത്തെ എതിർപ്പ് അബൂലഹബിൽ നിന്നാണ് വന്നത്. ഈ അബൂലഹബിൽ നിന്ന് വരുന്ന വാക്ക്
തബ്ബല്ലക്കി യാ മുഹമ്മദ് എന്നാണ്. മുഹമ്മദേ നീ നശിച്ചു പോട്ടെ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂലഹബ് അവിടെ പറയുന്നത്. ഈ വിഷയത്തിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ അത്ര തെറ്റ്? ഒരു ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിനല്ലേ ഇപ്പോൾ ഈ മുഹമ്മദേ നീ നശിച്ചു പോ എന്ന് പറഞ്ഞുകൊണ്ട് തബ്ബല്ലക്കിയ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശാപവാക്ക് ഉച്ചരിക്കുന്നത് ആര്? അബൂലഹബ്. അബൂലഹബ് പിന്നെ പിതൃവ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ. അപ്പോൾ അറബികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം നമുക്ക് മനസ്സിലായ പോലെ, നമ്മൾ ഈ അറബ് വാക്കിന് പിന്നെ മലയാളത്തിൽ അർത്ഥം കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെയല്ല, അറബികൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായി എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി ചെല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഭയങ്കര ഈണത്തിൽ ആട്ടത്തിൽ പിന്നെ ദമ്മിലൊക്കെ ചെല്ലിയിട്ട് ഇത് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ഉള്ള ആ ഒരു സംഭവമുണ്ട്. എന്നാൽ ആ ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ലാ ഇലാഹ ഇല്ലല്ലയെ കുറച്ച് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഒരു 3-4 വീഡിയോ ആയിട്ട് അത് ചെയ്യണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ എല്ലാ അമലുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, ഒന്നാം കാര്യമാണ്. അപ്പോൾ അതിനും ഫർളും ഷർത്തും ഒക്കെ ഉണ്ടാവും. ഫർള് ഒന്ന് നിരാകരണമാണ്, 2 സ്ഥിരീകരണമാണ്. ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിരാകരണവും സ്ഥിരീകരണവും ഇതിൻ്റെ ഫർളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കാരത്തിന് എത്ര ഫർളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം ചാടി എഴുന്നേറ്റ് പറയും 14, നോമ്പിന് എത്ര 2, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷഹാദത്ത് കലിമക്കും ഉണ്ട് അതുപോലെ ഫർള്, അത് 2ആണ്. ഈ നമസ്കാരത്തിൻ്റെ ഫർളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലാണ്. എന്നാൽ നമുക്ക് ആ നമസ്കാരത്തെ എന്ത് ചെയ്യാൻ പറ്റും? മടക്കി നമസ്കരിക്കാൻ കഴിയും. ഒരു ഫർള് ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ചെല്ലാൻ മറന്നുപോയി, വുളൂ ചെയ്യാൻ മറന്നുപോയി, നിയ്യത്ത് വെക്കാൻ നിയ്യത്ത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഇതിലാണ്, എന്നാലും മറന്നുപോയി. അതുപോലെ എന്തെങ്കിലും ഫർളായ ഒരു കാര്യം മറന്നിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അത് ബാത്തിലായിപ്പോയി, അള്ളാഹ്ക്ക് വേണ്ടത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അത് മടക്കി നമസ്കരിക്കുമ്പോൾ നമുക്ക് ആ നമസ്കാരം അള്ളാഹു ഉദ്ദേശിച്ചാൽ സ്വീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ ഷഹാദത്ത് കലിമയുടെ ഫർള് ഒന്ന് നിരാകരണമാണ്, 2 സ്ഥിരീകരണമാണ്. ഈ നിരാകരണം ഇല്ല എന്നുള്ളതാണ്, നിഷേധിക്കുകയാണ്. ഇല്ല, ഒരു ഇലാഹു ഇല്ല, ലാ ഇലാഹ. സ്ഥിരീകരണം ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രം എന്ന സ്ഥിരീകരണമാണ്. ഇവിടെ ഇതിനെയൊക്കെ കുറിച്ച് ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല, എങ്കിലും പെട്ടെന്ന് പറയാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലയിലാണ് പല ആളുകൾക്കും പിഴച്ചത്. ഇല്ലല്ലയിൽ ലോകത്ത് 99% ആളുകളും അംഗീകരിക്കുന്നുണ്ട്. സത്യമാണത്. ഇപ്പോൾ പിന്നെ മറ്റു ഇതര മതസ്ഥരൊക്കെ ഇല്ലല്ലയിൽ അംഗീകരിക്കുന്നുണ്ട്. ഇല്ലല്ലാ 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 പറഞ്ഞ് നടക്കുന്ന കുറേ ഔലിയാക്കന്മാരെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇല്ലല്ലയിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഇല്ലല്ല എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ലോകത്ത് 99% ആളുകളും ഇല്ലല്ല അംഗീകരിക്കുന്നുണ്ട്. ലാ ഇലാഹയിലാണ് പ്രശ്നമുള്ളത്. അതുതന്നെയാണ് ഇവിടെ പിന്നെ അബൂലഹബിനും പറ്റിയത്. ഇല്ലല്ല അബൂലഹബിനോ അല്ലെങ്കിൽ ഉത്ബയ്ക്കോ ഷെയ്ബയ്ക്കോ അല്ലെങ്കിൽ അബൂ ജഹലിനോ ആർക്കും ഇല്ലല്ല പ്രശ്നമല്ല, ഇല്ലല്ല അവിടെ ഉണ്ട്, അംഗീകരിച്ചിരുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് കുട്ടിയെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ കുട്ടിയെയും കൊണ്ട് നേരെ കഅബാലയത്തിൽ പോയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പിന്നെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അബ്രഹത്ത് രാജാവ് കഅബാലയം പൊളിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിക്കുന്നതിനും വർഷങ്ങൾ മുമ്പ്, 50ഓളം വർഷങ്ങൾ മുമ്പ് അബ്രഹത്ത് രാജാവ് യമനിൽ നിന്ന് ആനപ്പട്ടാളത്തെയും കൂട്ടിയിട്ട് പിന്നെ കഅബാലയം പൊളിക്കാൻ വരുന്നുണ്ട്. സൂറത്ത് പിന്നെ ഫീലിലത് വ്യക്തമാക്കുന്നുണ്ട് അല്ലേ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ. അപ്പോൾ അവിടെ വന്നപ്പോൾ പിന്നെ ഇവർ ആക്രമിക്കാനുള്ള സ്ത്രീകളെയും മൃഗങ്ങളെയും ഒട്ടകത്തെയും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അബ്രഹത്ത് രാജാവ് എന്താൻ്റെ ആവശ്യം ചോദിച്ചു. അപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ കഅബാലയം പൊളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. കഅബാലയം പൊളിക്കാൻ വന്നതാണെന്ന് വെച്ചാൽ പൊളിച്ചിട്ട് പോയാൽ പോരെ, ഞങ്ങളുടെ ഒട്ടകങ്ങളെയും സ്ത്രീകളെയും നീ ആക്രമിക്കരുത്, കഅബാലയത്തിനെ സംരക്ഷിക്കാൻ കഅബാലയത്തിന് നാഥനുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു.
പക്ഷേ ഇല്ലല്ലയിൽ വിശ്വസിച്ച് അവർ ലായിലാഹയിൽ വിശ്വസിച്ചില്ല. ലായിലാഹയാണ് അവിടെ പ്രശ്നം വന്നത്. അവിടെ കഅബാലയത്തിൻ്റെ മക്കം ഫത്തഹിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് 163 വിഗ്രഹം എന്നുള്ള ഒരു കണക്കുണ്ട്. 160 പരം എന്നുള്ളതാണ് കൂടുതൽ യോഗ്യമായ ഒരു കണക്ക്. അവിടെ ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഉസൈർ നബിയുടെയും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും പോലെയുള്ള പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ, പല മോഡലിലുള്ള വിഗ്രഹങ്ങൾ അവിടെ അട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതിനെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. എന്നാൽ അവർ ആപൽഘട്ടങ്ങളിൽ അള്ളാഹുവിനെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. മുഖ്ലിസീൻ ലഹുദ്ദീൻ, അത് ഇൻഷാ അല്ലാഹ് ഒരു വിഷയമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടി ഉലയുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും അവർ രക്ഷപ്പെടുകയും കരയിലെത്തിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ആരാധകരായിട്ട് മാറുകയും ചെയ്യുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഒരു വിഷയമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം കഅബാലയത്തിൽ കയറിക്കൊണ്ട് ജഹൽ ഹക്ക് വസഹ്കൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഗ്രഹങ്ങളെടുത്ത് എറിഞ്ഞ് പൊളിക്കുകയാണ് ചെയ്തത്. അതിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ തൊട്ട് നെറുവിൽ വെച്ചിട്ട് ഒന്നുമല്ല എറിഞ്ഞ് പൊട്ടിച്ചത്. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എറിഞ്ഞ് പൊട്ടിച്ചത്, സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്കും പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അതും നമുക്കൊരു വിഷയമായിട്ട് പറയേണ്ടതുണ്ട്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയം. ഐല മഅബൂദ് ബിഹക്കും ഇല്ലല്ലാഹ് ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രേ ഉള്ളൂ. ഐല മഅബൂദ് ബിഹക്കും ഇല്ലല്ലാഹ്. അപ്പോൾ പറഞ്ഞത് ഐല മഅബൂദ് ബിഹക്കും ഇല്ലല്ലാഹ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ചില ദുആയിൽ കേട്ടിട്ടുണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹു മദ്കൂർ ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മഅബൂദ് ബികുല്ലി മക്കാൻ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാനുൽ അമാൻ, അതെ. ലാ ഇലാഹ ഇല്ലല്ലാഹു മഅബൂദ് ബികുല്ലി മക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മദ്കൂർ ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാനുൽ അമാൻ മിൻ ശർരി ശൈത്വാൻ വമിൻ ദുൽമിസ് സുൽത്താൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാനുൽ അമാൻ. ഇങ്ങനെയുള്ള ദുആകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ പറയുന്ന ആളുകളും കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മക്കാ മുശ്രിക്കിൻ്റെ വിശ്വാസം പേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തെല്ലായിടത്തും ആരാധിക്കപ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തെല്ലാ നാവുകളും പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സത്യം എന്നുള്ളതൊക്കെ പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ, ഇപ്പോൾ നേരത്തെ ഫർളുകളുടെ കാര്യം പറഞ്ഞു, ഈ ലാ ഇലാഹയിൽ കളങ്കം വരുത്തിക്കൊണ്ട് ഇല്ലല്ലാ പാട്ട് പാടി നടന്നിട്ട് അത് പൂർത്തീകരണമാവില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഭാഗീയതയിലേക്കും ഭിന്നതയിലേക്കും ഒക്കെ വഴി തെളിയിക്കാം. എങ്കിലും ഒന്ന് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിഞ്ഞു ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതാണ് ഐല മഅബൂദ് ബിഹക്കും ഇല്ലല്ലാഹ്. ഒരു ആരാധനക്ക് അർഹനായിട്ട് മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പറഞ്ഞു തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല സഹോദരന്മാരെ. ലാ ഇലാഹ എന്താണ് ഇലാഹ്, ഇല്ലല്ലാഹ് എന്താണ് അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇലാഹ് എന്താണെന്നുള്ളതും അല്ലാഹ് എന്താണെന്നുള്ളതും ഒക്കെ ഇൻഷാ അല്ലാഹ് പഠിക്കണം. നമുക്ക് ഈ നേരത്തെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, അതൊരു വാക്കായിട്ട് വരികയാണ്, നമ്മൾ പഠിപ്പിക്കാനല്ല, നമ്മൾ പൊടി തട്ടിയെടുക്കുക എന്നുള്ളൊരു നസിഹത്ത് മാത്രമാണുള്ളത്. ഇവിടെ ലാ ഇലാഹയിൽ വീണുപോയ ആളുകൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇല്ലല്ലാ മാത്രം കൊണ്ട് നടക്കുന്ന ഇല്ലല്ലാ, ഇപ്പോൾ യഹോവ അള്ളയാണെന്ന്, അള്ളാഹ് എന്നുള്ള വാക്കിന് ലാ ഇലാഹ ഇല്ലല്ലയിൽ അള്ളാഹ് എന്നുള്ളത് അൽ ഇലാഹ് എന്ന് മാത്രമേ ഉള്ളൂ, സാക്ഷാൽ ദൈവം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അള്ളാഹ് സാക്ഷാൽ ദൈവം, അതിന് പിന്നെ പുല്ലിംഗമോ സ്ത്രീലിംഗമോ ബഹുവചനമോ ഒന്നുമില്ല. എന്നാൽ ഇലാഹിന് ബഹുവചനമുണ്ട്, ബഹുവചനമുണ്ട്. ആലിഹ എന്നുള്ളത് ബഹുവചനാണ്, അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതുമാണ്, അല്ലേ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ട് ഫർളുകളാണ്. ഒന്ന്
സ്ഥിരീകരണവും ഒന്ന് നിരാകരണവും. ഇത് രണ്ടിൽ ഏത് നഷ്ടപ്പെട്ടാലും ആ അമൽ ഷഹാദത്ത് നഷ്ടപ്പെടുകയാണ്. അവിടെ നേരത്തെ നമ്മൾ നമസ്കാരത്തിൻ്റെ ഒരു ഫർള് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ നമസ്കാരം തിരിച്ച് നമസ്കരിച്ചാൽ മതി. നോമ്പിൻ്റെ ഒരു ഫർള് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവോട് നിഷ്കളങ്കമായി കേണപേക്ഷിച്ചിട്ട് നമുക്കത് നോറ്റ് വീട്ടിയാൽ മതി. അതുപോലെ തന്നെ മറ്റെന്തമലുകളും നമുക്കത് തിരിച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഫർള് ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആകെ 2 ഫർളേ ഉള്ളൂ, അതിലൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ച് ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷേ ആ നഷ്ടപ്പെട്ടിടത്തോളമുള്ള മറ്റുള്ള ഇബാദാത്തുകൾ, റിസാലത്തിലെ ഇബാദാത്തുകൾ, ഫിത്രത്തിലെ ഇബാദത്ത് നഷ്ടപ്പെടുന്നോടുക്കനെ ഇൻഷാ അല്ലാ ഫിത്രത്തിലെ ഇബാദത്തും അലസ്തു ബി റബ്ബിക്കും എന്ന് നാം പറഞ്ഞതും അതിന് നാം കാലുബല വഷഹിദിന എന്ന് പറഞ്ഞ് ഖബറിൽ വന്നുകൊണ്ട് മുൻകർ നക്കീർ ചോദിക്കുമ്പോൾ മൻ റബ്ബുക്ക എന്നുള്ളതിനും മൻ റബ്ബുക്കയാണ് ചോദിക്കുന്നത്. റബ്ബിൽ എപ്പോഴാണ് നമ്മൾ ഷഹാദത്ത് ചെയ്തതെന്നും റുബൂബിയത്തിനെ കുറിച്ചും ഉലൂഹിയത്തിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാ പ്രതിപാദിക്കും. അവിടെ തർക്കം വന്നാൽ തർക്കിക്കുക, അല്ലാതെ പറയാതിരിക്കൂല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് വീണ്ടും വരുന്നു, ഒരു സ്ഥിരീകരണവും ഒരു നിരാകരണവും. ആദ്യം നിരാകരണമാണ് ലാ ഇലാഹ, ഒരു ഇലാഹുല്ല ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പോൾ ഈ 2 ഇതിലും അബദ്ധം വന്നു പോകരുത്. അതിൻ്റെ നമ്മുടെ കലിമത്ത് ഷഹാദ ബാത്തിലായി പോകും. ലാ ഇലാഹ എന്നുള്ളത് എങ്ങനെയാണ് ഇലാഹ ആകുക എന്നൊക്കെ. അദ്ദുആ ഹുവൽ ഇബാദ അല്ലേ, ഇബാദത്ത് നർഹൻ അള്ളാഹുവാണ്. അദ്ദുആ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്. ഇനി അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അതിന് കള്ളക്കളിയിലൂടെ ഇസ്തിഗാസ എന്നും ഇസ്തിഖാമ എന്നും അല്ല ഇസ്തിഗാസ മറ്റു കുറേ പേരുകളിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാ ദുആ തന്നെയാണ് അല്ലേ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമുൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും. ലാ യസ്മഉ, നിങ്ങളെ നിങ്ങൾ വിളിച്ചു തേടുന്നത് കേൾക്കൂല എന്നാണ്. വലൗ സമയം എന്നെ കേട്ടു എന്ന് വിചാരിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ ഉത്തരം തരില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിത് വിളിച്ചാൽ നടക്കുന്നത്? ഉള്ള ഷിർക്കും വലിച്ചു വാരി വെച്ചിട്ട് ഖിയാമത്ത് നാളിൽ ആ ഷിർക്കിനെ അവർ നിശ്ചയിച്ച് തള്ളുകയും ചെയ്യുന്നുള്ള അത് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ തേടുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ താഴ്മയോടെയുള്ള വണക്കം അത് അള്ളാഹുവിനും മാത്രമാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു നമ്മുടെ റബ്ബായതുകൊണ്ടാണ് നമ്മുടെ ഇലാഹായത്. നാം എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ഇലാഹാക്കിയത്? റുബൂബിയത്തിൽ നമ്മൾ ഷഹാദത്ത് ചെയ്തിട്ട് വരുമ്പോൾ ഇൻഷാ അല്ലാ വിഷയം പറയുന്നുണ്ട് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഉലൂഹിയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചെയ്യുമ്പോൾ ഈ ഉലൂഹിയത്തിലെ ഷഹാദത്ത് ചെയ്യുവാനുള്ള റബ്ബിൻ്റെ യോഗ്യതയാണ് ഇലാഹ ആവുക എന്നുള്ളത്. ആ ഇലാഹിനെ മാത്രം ആരാധിക്കുക, ഇല്ലല്ലയിൽ മാത്രം ഒതുങ്ങാതെ ലാ ഇലാഹ മറ്റൊന്നിനെയും അടുപ്പിക്കാതിരിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ വിഷയം ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് തോന്നിയത്. ഇൻഷാ അല്ലാ ഇത് വിശദീകരിച്ച് മറ്റൊരു തരത്തിൽ ഞാനിത് കൊണ്ടുവരും ഇൻഷാ അല്ലാ. ഐല മഅബൂദ ബി ഹക്കും ഇല്ലല്ലാഹ് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹനായിട്ട് ലോകത്ത് മറ്റാരുമില്ല അള്ളാഹു അല്ലാതെ. അവിടെ മറ്റേതൊക്കെ സഹായം സാധാ ഡോക്ടറോട് ചോദിക്കണതാണ്, വക്കീലിനോട് ചോദിക്കണതാണ്, പലചരക്കാരനോട് ചോദിക്കണതാണ്. ഇല്ല, അസ്മാ ഇൻ കീഴറിൻ പുറം അകത്തുള്ള ഹൽക്ക് മത്സരം അത് കാണുന്നാളിൽ മലപ്പുറം ശുഹദാക്കൾ കാവലിലാക്കല്ലാ. ബസ്തമാം മൊഹജത്തിലെ വந்த തരത്തിലെ ബലദിഹിക്കിരിപ്പുറം തന്നിലെ ശുഹദാക്കൾ കാവലിലാക്കല്ലാ. എന്നീ ഗരീബ് എന്ന് പറയുന്ന അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ കണ്ടനാടിയോളം അടുത്താണെന്ന് പറഞ്ഞിട്ട് ഈ ശുഹദാക്കളുടെയൊക്കെ കാവൽ അള്ളാഹിനോട് ഇവരുടെ കാവൽ ചോദിച്ചും കൊണ്ട് നടക്കുന്ന വിശ്വാസവൈകൃതത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ തുടരും. ദുആ ചെയ്യുക. തുടരുവാൻ വേണ്ടിയിട്ടും ആഫിയത്തിനും വേണ്ടിയിട്ടും അറിവിന് വേണ്ടിയിട്ടും
അള്ളാഹുവോട് ദുആ ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദുആ വേണം, ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഓരോ വിഷയവുമായിട്ട് ഇൻഷാ അല്ലാഹ് വരും. പിന്നെ ഇനി അടുത്ത വീഡിയോ വിശ്വാസ കാര്യങ്ങൾ തന്നെ, അതിനിടയ്ക്ക് സാമൂഹികമായിട്ടോ ആനുകാലികമായിട്ടോ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ വീഡിയോ ഉണ്ടാവും. ഇവിടെ എൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത് മതപരവും സാമൂഹികവും രാഷ്ട്രീയവും വിനോദവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.